ഹായ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായ വിഷയം എന്താണെന്നറിയാമോ? രശ്മിക മന്ദാനയും വിജയ് ദേവരകൊണ്ടയും വിവാഹിതരാകാൻ പോകുന്നു എന്ന വാർത്ത. അതെ, വീണ്ടും ഒരു തവണ കൂടി ഈ ഗോസിപ്പ് വൈറലായി മാറിയിരിക്കുകയാണ്. ഗീതാ ഗോവിന്ദം സിനിമയിലൂടെ തുടങ്ങിയ ഇവരുടെ കെമിസ്ട്രി ഡിയർ കോംറേഡ് വരെ എത്തുമ്പോൾ ആരാധകർക്ക് ഇവരൊരു പെർഫെക്റ്റ് കപ്പിളായി തോന്നി. സ്ക്രീനിൽ കണ്ട ആ പെയർ റിയൽ ലൈഫിലും ഒന്നിച്ചാൽ എത്ര നന്നായിരിക്കുമെന്ന് അന്ന് തന്നെ ഫാൻസ് പറഞ്ഞിരുന്നു. പ്രമോഷൻ ഇവന്റുകളിൽ പരസ്പരം കാണിച്ച കംഫർട്ട്, ചെറിയ ചിരികൾ, കണ്ണുകളിലൂടെയുള്ള കണക്ഷൻ എല്ലാം കൂടി സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി. ഇതിന്റെ പിന്നാലെ തുടങ്ങിയതാണ് ഡേറ്റിംഗ് റൂമറുകൾ. അതിനുശേഷം പല പ്രാവശ്യം ഇരുവരെയും ഒരുമിച്ച് കണ്ടതായി റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. വെക്കേഷൻ ട്രിപ്പുകൾ, ഒരേ ലൊക്കേഷൻ ഫോട്ടോകൾ, ഫാമിലി ഫംഗ്ഷനുകളിൽ പങ്കെടുത്തത് എല്ലാം കൂടി സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്ക് കാരണമായി. ഇതെല്ലാം കൂടി നോക്കുമ്പോൾ ഇവർക്കിടയിൽ എന്തോ സീരിയസ് ആണ് എന്ന് ആരാധകർ വിശ്വസിച്ചു. പക്ഷേ പ്രധാനമായൊരു കാര്യം, ഇതുവരെ രശ്മികയോ വിജയിയോ വിവാഹത്തെക്കുറിച്ച് ഔദ്യോഗികമായി ഒന്നും പറഞ്ഞിട്ടില്ല. ചില അഭിമുഖങ്ങളിൽ വിജയ് പറഞ്ഞത്, എന്റെ വ്യക്തിഗത ജീവിതത്തെക്കുറിച്ച് ഞാൻ വളരെ പ്രൈവറ്റാണ് എന്നാണ്. രശ്മികയും പലതവണ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ കരിയറിനാണ് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത് എന്ന്. അപ്പോൾ ഈ വിവാഹ വാർത്ത എവിടെ നിന്നാണ് വീണ്ടും തുടങ്ങിയത്? സോഷ്യൽ മീഡിയയിലെ ചില റിപ്പോർട്ടുകൾ പ്രകാരം 2026 ഒരു സ്വകാര്യ ചടങ്ങിലൂടെ ഇരുവരുടെയും വിവാഹം നടക്കുമെന്നാണ് പറയുന്നത്. എന്നാൽ ഇതിന് യാതൊരു ഔദ്യോഗിക സ്ഥിരീകരണവുമില്ല. ഇത് വെറും ആരാധകരുടെ ആഗ്രഹമോ, അല്ലെങ്കിൽ ശരിക്കും ഒരു ഗ്രാൻഡ് സർപ്രൈസ് അനൗൺസ്മെന്റിന് മുൻപുള്ള സൈലൻസോ? ഒരുപാട് ആരാധകർ വിശ്വസിക്കുന്നത് ഇവരിപ്പോഴും റിലേഷൻഷിപ്പിലാണ്, പക്ഷേ പബ്ലിക്കായി പറയാൻ ഇഷ്ടമില്ല എന്നാണ്. മറ്റു ചിലർ പറയുന്നത് ഇത് മുഴുവൻ ഗോസിപ്പാണെന്നാണ്. സത്യം എന്താണെന്നറിയാൻ നമ്മൾ കാത്തിരിക്കേണ്ടി വരും. എന്തായാലും ഒരു കാര്യം ഉറപ്പ്, സ്ക്രീനിലോ റിയൽ ലൈഫിലോ രശ്മികയും വിജയിയും ഒരുമിച്ച് വരുമ്പോൾ അത് ട്രെൻഡാവും. നിങ്ങൾ എന്ത് കരുതുന്നു? ഇവരുടെ വിവാഹ വാർത്ത സത്യമായിരിക്കുമോ, അല്ലെങ്കിൽ വീണ്ടും ഒരു സോഷ്യൽ മീഡിയ ഗോസിപ്പോ? കമന്റിൽ നിങ്ങളുടെ അഭിപ്രായം പറയൂ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നന്ദി.